നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി വാർത്തയിൽ ഇത് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. पूरी दुनिया उत्सुकता के साथ 22 जनवरी के ऐतिहासिक क्षण का इंतजार कर रही है. ഉത്സവാഘോഷത്തിൽ അയോധ്യ. ആവേശമായി പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ജനുവരി 22 ചരിത്ര ദിവസമാകുമെന്ന് നരേന്ദ്രമോദി. പ്രതിഷ്ഠാദിനം വീടുകളിലും ആഘോഷിക്കണമെന്ന ആഹ്വാനം. ആവേശമായി മോദിയുടെ റോഡ് ഷോ. അയോധ്യയ്ക്കായി 15,000 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. വാൽമീകി വിമാനത്താവളവും നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും തുറന്നു. ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസിനും ഫ്ളാഗ് ഓഫ്. അയോധ്യയിൽ സുപ്രഭാതത്തെ തള്ളി സമസ്ത. മുഖപ്രസംഗം സമസ്തയുടെ നിലപാടല്ല. ആരെവിടെ പോയാലും സമുദായ വികാരം വ്രണപ്പെടില്ലെന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മന്ത്രി ഗണേഷ് കുമാർ മുന്നണി മര്യാദ ലംഘിച്ചെന്ന് ആന്റണി രാജു. മുൻ മന്ത്രിയെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ആളിൽ ചോദിക്കൂലേ? അതുകൊണ്ട് ഇപ്പം മോശമാണ്, ഞാനാണ് ഇത് നന്നാക്കി എന്നൊരു പേര് ഉണ്ടാക്കിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം മാത്രമായിട്ട് ഞാൻ കാണുന്നു. KSRTCയിൽ 1-ാം തീയതി ശമ്പളം നൽകാൻ ഗണേശിന് വെല്ലുവിളിച്ചും ആന്റണി രാജു. കോൺഗ്രസിൽ ഗ്രൂപ്പുകളുടെ പടയൊരുക്കം. നേതൃത്വത്തിന് മുന്നിൽ പരാതി പ്രവാഹം. തർക്കങ്ങൾ പരിഹരിച്ചെന്ന് ദീപാദാസ് മുൻഷി. സർക്കാരിനെതിരെ കേരള പര്യടനത്തിന് കെ സുധാകരൻ. തൃക്കാക്കരയിലെ നവകേരള സദസ്സിന് ബോംബ് ഭീഷണി. ഭീഷണി കത്ത് ലഭിച്ചത് ADM-ന്റെ ഓഫീസിൽ. കലാപാഹ്വാനത്തിന് കേസ്. ഗവർണർക്ക് നേരെ അതിരൂക്ഷ പരാമർശവുമായി പി ജയരാജൻ. ഇതൊക്കെ രാഷ്ട്രീയമാണ്, പറയേണ്ട കാര്യങ്ങൾ പറയും. അതിങ്ങനെ മനസ്സിൽ വെച്ച് വിഷം ചീറ്റി ഒരു മൂർഖം പാമ്പിനെ പോലെ നടക്കുന്നത് ഒരു ഗവർണർക്ക് ഭൂഷണമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖം തിരിച്ചു നിന്നത് തരം താണ നടപടി. സങ്കുചിത ചിന്തയുടെയും ഒരു വികാസം പ്രാപിച്ചിട്ടില്ലാത്ത മനുഷ്യന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അദ്ദേഹം അവിടെ വന്നത്. ഗവർണറെ തിരികെ വിളിക്കണമെന്നും EP. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. ശിവഗിരി തീർത്ഥാടനത്തിനും തുടക്കം. വിശദമായ വാർത്തകൾ നോക്കാം. അയോധ്യ രാമക്ഷേത്രം വിശ്വാസികൾക്ക് സമർപ്പിക്കുന്ന ജനുവരി 22 ചരിത്ര ദിനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠാ ലോകം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ 140 കോടി ജനങ്ങളും ആഘോഷമാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അയോധ്യയിൽ പൊതുയോഗവേദിയിലെത്തിയ പ്രധാനമന്ത്രിയെ ഹർഷാരവങ്ങളോടെയാണ് സദസ്സ് അരങ്ങേറ്റത്. सियावर रामचंद्र की, सियावर रामचंद्र की. ജയ് ശ്രീറാം വിളിച്ചും അയോധ്യ രാമക്ഷേത്ര പുനർനിർമ്മാണത്തിന് സഹകരിച്ച ജനങ്ങളോട് നന്ദി പറഞ്ഞുമായിരുന്നു തുടക്കം. ലോകം ജനുവരി 22 കാത്തിരിക്കുന്നു. ചരിത്ര ദിനത്തിനായി താനും കാത്തിരിക്കുകയാണ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ഡിസംബർ 30 ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. पूरी दुनिया उत्सुकता के साथ 22 जनवरी के ऐतिहासिक क्षण का इंतजार कर रही है. പ്രതിഷ്ഠാദിനം രാജ്യം ആഘോഷമാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. രാമജ്യോതി തെളിയിച്ച് 140 കോടി ജനങ്ങളും ആഘോഷത്തിൽ പങ്കെടുക്കണം. രാജ്യത്തെ ഓരോ തരി മണ്ണിന്റെയും സംരക്ഷകനാണ് താൻ. വികസനവും പാരമ്പര്യവും രാജ്യത്തെ മുന്നോട്ട് നയിക്കും. തീർത്ഥാടന കേന്ദ്രങ്ങളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ആധുനികവൽക്കരിക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയുമാണ് ലക്ഷ്യം.
വികസനത്തിന്റെ പുതിയ തലങ്ങളിൽ എത്തണമെങ്കിൽ ഓരോ രാജ്യവും അതിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കണം. 15,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ച പ്രധാനമന്ത്രി അയോധ്യയിലെ വികസന പദ്ധതികൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അവകാശപ്പെട്ടു. और स्वरोजगार के नए अवसर भी बने। इससे यहाँ के टैक्सी वाले, रिक्शा वाले, होटल वाले, ढाबे वाले, मकान वाले, फूल बेचने वाले, पूजा का सामग्री बेचने वाले, हमारे छोटे मोटे दुकानदार भाई सभी की आय बढ़ेगी. നാലമ്പല ദർശനം നടക്കുന്ന കേരളത്തെയും തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. केरल में सबरीमाला यात्रा हो, आंध्र तेलंगाना में मेदारम में समक्का और सरक्का की यात्रा हो, नागोबा यात्रा, इनमें लाखों की संख्या है श्रद्धालु जुड़ते हैं. यहाँ बहुत कम लोगों को पता होगा कि केरल में भगवान राम और उनके भाइयों भरत, लक्ष्मण और शत्रुघ्न के धाम की भी यात्रा होती है. ന്യൂസ് 18 അയോധ്യ. 15,000 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചത്. അയോധ്യ ഡാം റെയിൽവേ സ്റ്റേഷനും മഹർഷി വാൽമീകി വിമാനത്താവളവുമാണ് അതിൽ പ്രധാനം. 6 വന്ദേ ഭാരത് ട്രെയിനുകളും 2 അമൃത് ഭാരത് ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 15,000 കോടിയുടെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. അയോധ്യാധാം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനമായിരുന്നു ആദ്യം. രാമക്ഷേത്ര മാതൃകയിൽ ലോകോത്തര നിലവാരത്തിലാണ് റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം. 240 കോടി ചെലവഴിച്ചാണ് 1,00,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള അയോധ്യാധാം റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മിച്ചത്. വിമാനത്താവള ടെർമിനലിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി റെയിൽവേ സ്റ്റേഷൻ മാതൃക നോക്കിക്കാണുകയും നിർമ്മാണം വിലയിരുത്തുകയും ചെയ്തു. 2 അമൃത് ഭാരത് ട്രെയിനുകളുടെയും 6 വന്ദേ ഭാരത് ട്രെയിനുകളുടെയും ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിച്ചു. 1450 കോടി ചെലവഴിച്ച് 6,500 സ്ക്വയർ മീറ്ററിൽ നിർമ്മിച്ച മഹർഷി വാൽമീകി വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 2,200 മീറ്റർ റൺവേയും 4 എയർക്രാഫ്റ്റുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനാകുന്ന സംവിധാനങ്ങളുമാണ് എയർപോർട്ടിന്റെ പ്രത്യേകത. 20 മാസം കൊണ്ട് റെക്കോർഡ് സമയത്തിലാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളം പൂർത്തിയാക്കിയതെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. ഉദ്ഘാടനത്തിന് പിന്നാലെ ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ആദ്യ വിമാനം പുറപ്പെട്ടു. ജയ് ശ്രീറാം വിളികളോടെയാണ് യാത്രക്കാർ വിമാനത്തിനുള്ളിൽ പ്രവേശിച്ചത്. 11,100 കോടി രൂപയുടെ അയോധ്യ അടിസ്ഥാന വികസന പദ്ധതികളും ഉത്തർപ്രദേശിൽ നടപ്പാക്കുന്ന 4,600 കോടി രൂപയുടെ പദ്ധതികളുമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് 18 അയോധ്യ. രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിനൊരുങ്ങുന്ന അയോധ്യയിൽ ഇനിയുള്ള നാളുകൾ ആഘോഷപൂർണ്ണമാകുമെന്ന വിളംബരമായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അയോധ്യയിലെ പുതിയ വിമാനത്താവളത്തിൽ പ്രത്യേക വ്യോമസേന വിമാനത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് വരവേറ്റത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് ഉത്സവാന്തരീക്ഷമാണ് അയോധ്യയ്ക്ക് നൽകിയത്. അയോധ്യ വിമാനത്താവളത്തിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരം വഴിയോരത്ത് നിറഞ്ഞുനിന്ന ജനങ്ങൾ. റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിലേക്കുള്ള യാത്രയത്രയും റോഡ് ഷോ. വഴിയോരത്ത് കാത്തുനിന്നവർ പുഷ്പവൃഷ്ടിയിലൂടെ പ്രധാനമന്ത്രിയെ വരവേറ്റു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുടെ ഗുണഭോക്താവായ മീരയുടെ വീട്ടിലേക്കുമെത്തി പ്രധാനമന്ത്രി. അപ്രതീക്ഷിത സന്ദർശനത്തിൽ അമ്പരന്ന മീരയും കുടുംബവും ചായ നൽകിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. അയോധ്യാധാം ജംഗ്ഷൻ എന്ന് പേരുമാറ്റി ലോകോത്തര നിലവാരത്തിലേക്ക് നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിക്കുന്നതായിരുന്നു ആദ്യ ചടങ്ങ്. അയോധ്യാധാം റെയിൽവേ സ്റ്റേഷനെക്കുറിച്ച് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഷോർട്ട് ഫിലിം പുറത്തിറക്കിയിരുന്നു. റെയിൽവേ
റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലതാ മങ്കേഷ്കർ ചൌക്കിലും എത്തി പ്രധാനമന്ത്രി. ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ട കുട്ടികൾക്ക് ഓട്ടോഗ്രാഫും നൽകി. ന്യൂസ് 18 അയോധ്യ. അയോധ്യ വിഷയത്തിൽ സുപ്രഭാതത്തെ തള്ളി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സുപ്രഭാതത്തിലെ മുഖപ്രസംഗം സമസ്തയുടെ നിലപാടല്ല. രാഷ്ട്രീയ കക്ഷികളുടെ രാഷ്ട്രീയ നയങ്ങളിൽ സമസ്തയ്ക്ക് അഭിപ്രായമില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷണം സ്വീകരിക്കാം, തള്ളാം. അത് അവരുടെ നയം. അയോധ്യയിൽ മാത്രമല്ല, ആരെവിടെ പോയാലും സമുദായത്തിന്റെ വികാരം വ്രണപ്പെടില്ല എന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. കാന്തപുരം വിഭാഗത്തിനെതിരെ സമസ്ത. ചിലർ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. 89-ൽ സംഘടനാ പ്രവർത്തനം നടത്തി പുറത്തുപോയവരാണിവർ. 100ാം വാർഷികം എന്ന പേരിൽ ഇവർ നടത്തുന്ന പരിപാടികളുമായി സമസ്തയ്ക്ക് ബന്ധമില്ല. ഇത്തരം പരിപാടികളിൽ പ്രവർത്തകർ വഞ്ചിതരാകരുതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. 1980-ൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്തുപോയ ചിലർ പുതിയ സംഘടന ഉണ്ടാക്കി സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 100ാം വാർഷികം എന്ന പേരിൽ നടത്തപ്പെടുന്ന പരിപാടികളുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കോ സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ പോഷക സംഘടനകൾക്കോ യാതൊരു ബന്ധവുമില്ല. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ പോഷക സംഘടനകളും സമസ്തനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ എല്ലാവരും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിലൊന്നും വഞ്ചിതരാകരുതെന്നും കൂടി പ്രത്യേകം ഈ യോഗം എല്ലാവരും ഉണർത്തുകയാണ്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ പരസ്യ നിലപാടുമായി മുൻ മന്ത്രി ആന്റണി രാജു. സ്ഥാനമൊഴിഞ്ഞ മന്ത്രിയെ മോശക്കാരനാക്കാൻ ഗണേഷ് ശ്രമിക്കുന്നത് മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് ആന്റണി രാജു. കെഎസ്ആർടിസിയിലെ വരുമാന ചോർച്ച തടയുമെന്ന ഗണേഷിന്റെ പ്രസ്താവനയെക്കുറിച്ച് ന്യൂസ് 18 അഭിമുഖത്തിൽ മറുപടി പറയുകയായിരുന്നു ആന്റണി രാജു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട 2-3 ഡയലോഗുകൾ ഞാൻ പറയുകയാണ്. അത് പറഞ്ഞത് മറ്റാരുമല്ല, ഇപ്പോൾ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന കെ.ബി. ഗണേഷ് കുമാറാണ്. താങ്കൾക്ക് പകരം മന്ത്രിയായിട്ട് വരുന്നയാൾ. സാധാരണ രീതിയിൽ ഒരു മുന്നണി മാറ്റമൊക്കെ ഉണ്ടായി ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ ഒരു വകുപ്പ് ഏറ്റെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗതാഗത വകുപ്പിൽ കഴിഞ്ഞ 2.5 വർഷം ശരിയായിട്ടല്ല കാര്യങ്ങൾ നടന്നതെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ താങ്കൾ അതിന് മറുപടി പറയേണ്ടി വരും. ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ്, കളിക്കളത്തിൽ ഇറങ്ങുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ. പിന്നെ കുറച്ചുകൂടി പക്വതയോടുകൂടി ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി ഉള്ള അഭിപ്രായ പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നത് ആദ്യമായിട്ടല്ല. പിന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ പരസ്യമായിട്ട് എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, പൊതുമരാമത്ത് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രീസ് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് വകുപ്പിനെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കാതിരുന്നത്? അതുകൊണ്ട് ആ ഒരു അപക്വമായ അത്തരം അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുകയല്ലേ. ഒരു കാര്യമുണ്ട്. ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം, ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് എളുപ്പമാണ്, കളത്തിലിറങ്ങി കളിക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്ന്. ഇദ്ദേഹം കെ.ബി. ഗണേഷ് കുമാർ കളത്തിലിറങ്ങി കളിച്ചതാണ്, ഇതേ ഫീൽഡിൽ തന്നെ കളിച്ചതാണ്, ഗതാഗത വകുപ്പിൽ കളിച്ചതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാനിരുന്ന സമയത്തെ പോലെ അല്ല ഇപ്പോൾ ഗതാഗത വകുപ്പ്, അത് മാറ്റണം, അതിൽ അഴിമതിയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇതുവരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷം പോലും എനിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അദ്ദേഹം ഗ്യാലറിയിലാണ് ഇരുന്ന് കളി കണ്ടത്. ഈ 2.5 വർഷക്കാലം ഗ്യാലറിയിലിരുന്ന് കളി കണ്ടതായിരുന്നല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗ്യാലറിയിൽ നിന്ന് കളി കണ്ടിട്ട് കളിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോകുമല്ലേ കളി. നന്നായിട്ട് കളിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മുന്നണി മര്യാദയുടെ ലംഘനം അവിടെ നടന്നിട്ടുണ്ട് ശ്രീ ആന്റണി രാജു. കാരണം ഇത് ജനങ്ങളിലേക്കാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഗതാഗത വകുപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന വകുപ്പാണ്. കെ.എസ്.ആർ.ടി.സി ബസ്സിൽ കയറാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വകുപ്പിനെതിരെ, ആ വകുപ്പ് കഴിഞ്ഞ 2.5 വർഷം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്കെതിരെ കാര്യങ്ങൾ പറയുമ്പോൾ, മന്ത്രിയുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ചില സ്ഥലങ്ങളിലെല്ലാം അത് ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണല്ലോ, അതിപ്പോൾ നന്നായിട്ടല്ല നടക്കുന്നത്. ഞാൻ 1-2 ബൈറ്റുകൾ അദ്ദേഹത്തിൻ്റെ കേട്ടിരുന്നു. 1-2 അല്ല, അതിൽ കൂടുതൽ ബൈറ്റുകൾ ഞാൻ കേട്ടിരുന്നു. ഞാൻ അന്തിച്ചു പോയി. അങ്ങനെ പറയുവാൻ പുതിയതായിട്ട് ചുമതലയേൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ സാധിക്കും? അങ്ങനെ സാധിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ട് പോലും അദ്ദേഹത്തിന് താങ്കളോട് ചില മുഷിപ്പുകൾ ഉണ്ടാവാം. അതിലൊന്നും ഞാൻ അതേ നാണയത്തിൽ മറുപടി പറയാൻ പോയാൽ പിന്നെ അദ്ദേഹം ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പനോടൊപ്പം നിയമസഭയിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഞാൻ കുറേ കൂടെ പക്വത കാണിക്കണമല്ലോ. അല്ല, പക്വതയില്ലാത്ത ഒരാളെ മന്ത്രിസഭയിൽ എടുത്തു വയ്ക്കുന്നത് ശരിയാണ്? അങ്ങനെ മുഖ്യമന്ത്രി ചെയ്യും. അത് ഞാൻ പറയുന്നത് അതൊക്കെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത്. എന്നെ സമയത്ത് ഇത്തരം അഭിപ്രായങ്ങൾ പക്വതയുള്ളതായിരുന്നെങ്കിൽ അങ്ങ് ഈ ചോദ്യം എന്നോട് ചോദിക്കില്ലായിരുന്നല്ലോ. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.
KSFE ഡയമണ്ട് പ്രധാനമന്ത്രി സർക്കാരിനെതിരായ തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ ചേർന്ന KPCC നേതൃയോഗം അവസാനിച്ചു. KPCC അധ്യക്ഷൻ നയിക്കുന്ന സമരാഗ്നി എന്ന് പേരിട്ട കേരള പര്യടനം ജനുവരി 21-ന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കാൻ യോഗത്തിൽ ധാരണയായി. KPCC അധ്യക്ഷൻ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC പ്രവർത്തക സമിതി അംഗം ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നേതൃത്വവുമായി ചർച്ച ചെയ്തു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾ അവസാനിച്ചെന്ന് ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മകരവിളക്കുത്സവത്തിനായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേശ്വര മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. തുടർന്ന് മേൽശാന്തി ആഴിയിൽ അഗ്നി പകർന്നതോടെ തീർത്ഥാടകർക്ക് ദർശനം അനുവദിച്ചു. ജനുവരി 15-നാണ് ഇത്തവണ മകരവിളക്ക്. മകരവിളക്കിന് ശേഷം ജനുവരി 20-ന് നടയടയ്ക്കും. ഭീമ ജുവൽസിന്റെ ബ്രാൻഡ് അംബാസിഡറായി അഭിനേത്രിയായ ശോഭിത ദുലിപാല എത്തുന്നു. മെയ്ഡ് ടു സെലിബ്രേറ്റ് യു എന്ന ക്യാമ്പയിനിലൂടെയാണ് ശോഭിതയെ ഭീമ ബ്രാൻഡ് അംബാസിഡറായി അവതരിപ്പിച്ചിരിക്കുന്നത്. മെയ്ഡ് ടു സെലിബ്രേറ്റ് യു അടിവരയിടുന്നത് ഒരു സ്ത്രീ അവരുടെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുകയും ഓരോ നേട്ടത്തിലും സ്വന്തമായൊരു ഡയമണ്ട് ആഭരണം സമ്മാനിക്കുന്നതുമാണ്. ശോഭിതയിലൂടെ ഈ സന്ദേശം വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായി ഭീമ ജുവൽസ് മാനേജിംഗ് ഡയറക്ടർ അഭിഷേക് ബിന്ദു മാധവ് പറഞ്ഞു. പുതുവർഷത്തെ വരവേൽക്കാൻ 4 ദിവസം നീളുന്ന മിഡ് നൈറ്റ് ഷോപ്പിംഗ് ഒരുക്കി ലുലു മാൾ. ജനുവരി 4 മുതൽ 7 വരെ 50% ഇളവിലാണ് മിഡ് നൈറ്റ് ഷോപ്പിംഗ്. പുതുവത്സരത്തിലെത്തിയ ആദ്യ ലുലു ഓൺ സെയിൽ ആൻഡ് ഓഫ് സീസൺ സെയിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായാണിത്. മിഡ് നൈറ്റ് ഷോപ്പിംഗ് പ്രോത്സാഹിപ്പിക്കാൻ ഉപഭോക്താക്കൾക്ക് സൂപ്പർ ഷോപ്പർ അവാർഡുകളും നൽകും. വാർത്തയിൽ നിന്ന് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഈ പരിപാടി കേന്ദ്രമന്ത്രി